ഇത് ഇവിടേക്കുള്ള കത്തല്ല. പിന്നെ ഇവിടേക്കുള്ള കത്ത് നമുക്ക് അപ്പുറത്ത് വീട്ടിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ശരി എന്നാ. ആ ചേച്ചി, ഇതെവിടെയാ? കണ്ടിട്ട് കുറെ നാളായല്ലോ. ഞാൻ ഇവിടെ ഇല്ലേ ചേച്ചി, ഇപ്പൊ കൊച്ചിയിലുള്ള കളികളൊക്കെ. ആ, എവിടം വരെ എന്നേരം എഴുത്തും സിനിമയൊക്കെ? എഴുത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്. പിന്നെ സിനിമ, അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ ചേച്ചി. അല്ല, അച്ഛൻ എവിടുന്നാ കിട്ടിയേ? അച്ഛൻ്റെ വഴിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. ആൾക്ക് എന്നെ കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ല, പിന്നെ സൗണ്ട് കേട്ടാ മനസ്സിലായത്. അല്ലെങ്കിലും നിന്നെ ഈ കോലത്തിൽ കണ്ട ആർക്കും മനസ്സിലാവില്ല. ആ, വട ഇരിക്കടാ. ഇല്ല, അതേ അച്ഛൻ്റെ കുറച്ച് പഴയ ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. അത് ഒന്ന് അച്ഛനെ ഏൽപ്പിക്കണം. പിന്നെ അച്ഛൻ്റെ നിന്ന് കുറച്ച് എടുക്കണം. പിന്നെ അച്ഛൻ്റെ കുറച്ച് കഥകൾ കേൾക്കണം. അപ്പോൾ വൈകുന്നേരം വരെ ഉണ്ടാവില്ലേ? ആ, ഞാൻ നൈറ്റ് എന്തായാലും എനിക്ക് കൊച്ചിയിലെത്തണം. അപ്പം എന്തായാലും പോകും ചേച്ചി. ആ, 1978 ആ, ക്യാമ്പസ് രാഷ്ട്രീയം ചൂടുപിടിച്ചിരിക്കുന്ന കാലഘട്ടം. കേരളവർമ്മ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാമ്പിനെ കൊണ്ട് സ്റ്റേജിൽ വിടുക. എതിർകക്ഷിക്കാർ കൂട്ടടി. എന്നിട്ടെന്താ, അവസാനം പോലീസ് വരുന്നു, കുറേ പേരെ കൊണ്ടുപോകുന്നു. ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി തന്നെ മൊത്തത്തിൽ. എടി, ഈ മാസത്തെ കുറി അടച്ചാ? അതിന് ഡേറ്റ് ആവുന്നല്ലേ ഉള്ളൂ. 15 ഡേറ്റ്. ആ, വേറെ ഒന്നുണ്ട്. പിന്നെ നമ്മുടെ അതെന്തായത്? ആലോചിച്ച് എന്താന്ന് വെച്ചാ ഉചിതം പോലെ ചെയ്യും. എടുത്തിട്ട് വല്ല ഉപകാരം ഉണ്ടാ? അതെ, അച്ഛന് പ്രായമായി വരാം. വല്ല ഹോസ്പിറ്റൽ കേസും വന്ന കയ്യിൽ നിൽക്കില്ലാട്ടാ. ആ, ശരി, നോക്കട്ടെ. പിന്നെ വേറെ എന്തുണ്ട്? വേറെ വേറെ പ്രത്യേകിച്ചൊന്നും. ആ, ഒരു മിനിറ്റ്. മെയിൻ കാര്യം പറയാൻ വിട്ടു. ഇന്നും വന്നൂട്ടാ. ഓ, നിന്റെ ഒരു ഭാഗ്യം. നിങ്ങൾക്ക് തമാശ. എനിക്കിതൊന്നും കണ്ടിട്ടങ്ങ് ദഹിക്കണില്ലാട്ടാ. ഞാനിപ്പോൾ ഇവിടെ കിടന്നിട്ട് എന്ത് ചെയ്യാനാ? എൻ്റെ മോളൊരു കാര്യം ചെയ്യും. ഇത് ആ രീതിയിൽ കണ്ടുപിടിക്കേ. ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം കഴിഞ്ഞതല്ലേ, ഒരു ടാസ്ക് ആയിട്ട് എടുക്കുന്നേ. ഹേയ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ ഫോൺ വെച്ചേ. തായോ എന്താ തോച്ചിട്ട് തരാത്ത? എത്ര നാളെ ഞാൻ ചോദിക്കുന്നു. ഇവർക്ക് എന്തെങ്കിലും നേരത്തെ വിളിക്കും. മൊത്തം ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വിളിക്കാം. ഇപ്പം തിരിച്ചു വിളിക്കാം. എന്താടി അളിയനായിട്ട് വീണ്ടാലും പായ? ആ, നിനക്കെങ്ങനെ മനസ്സിലായി? അല്ലാതെ നേരത്തെ നീ വിളിക്കില്ലല്ലോ. എടാ, നീ ഇനി എന്നാ ഫ്രീ ആവാ? എന്തിനാ പറ. എടാ, അതെ, അന്ന് നീ എന്നെ ജംഗ്ഷനിൽ വിട്ടു പോയില്ലേ? അന്ന് തിരിച്ചെത്തിയപ്പോ പോസ്റ്റ്മാൻ ഒരു ലെറ്റർ കൊണ്ടുവന്ന് തന്നു. നോക്കിയപ്പോ ഒരു ലവ് ലെറ്റർ. അഡ്രസ് ഇവിടുത്തെ തന്നെയാ, പക്ഷെ ഒരു രാധുവിന്റെ പേരിലായിരുന്നു കത്ത്. ഞാനത് ഹരിയേട്ടനോട് പറഞ്ഞു. എന്നിട്ട് പിന്നെ അന്ന് ഞാനത് കാര്യാക്കിയില്ല. പിന്നെ അതുപോലെ ഒരുപാട് ലെറ്ററുകൾ വന്നു തുടങ്ങി. ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഹരിയേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ല. ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം
ഒക്കെ പഠിച്ചതല്ലേ, നീ തന്നെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു. എനിക്കിപ്പോൾ ഇതൊരു വാശിയായിട്ട് തോന്നിയിരിക്കാം. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എനിക്ക് നിന്റെ ഹെൽപ്പൊന്ന് വേണം. ഇതാരും എന്നെ വടിയാക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് മനസ്സിലായി. പക്ഷെ ആളാരാണെന്ന് എനിക്കൊന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാ നീ എന്നാ ഫ്രീ ആവാന്ന് ചോദിച്ചേ. ഞാൻ ഈ ശനിയാഴ്ച അങ്ങോട്ട് വരാം, എന്നിട്ട് നോക്കാം. ശരിടാ. ശരി. മാറേടാ. ഡാ നീ കഴിച്ചു എന്ന് പറഞ്ഞോണ്ടാ ഇവിടെ മാവിരിക്കണ്ടേ, ദോശ ഉണ്ടാക്കി തരാം. ഓ വേണ്ട. എടി, പണ്ട് നമ്മുടെ വീട്ടിലേ നിന്നെ പെണ്ണേറാനായിട്ട് ഒരു ലൈമ വന്ന് ഓർക്കണ്ട? ആ മറ്റേ സ്ഥിരമായിട്ട് ഫ്യൂസ് കളയാറുള്ള ആളല്ലേ? അതന്നെ. അയാള് പോയി പിന്നെ അവിടെ ഫ്യൂസ് ഒന്നും പോയിട്ടില്ല. എന്താടാ? ഒന്നുമില്ല, അയാളെ 2 ആഴ്ച മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് അല്ല, ഇനി ആളെങ്ങാനാണെന്ന് അറിയാൻ വേണ്ടിട്ട്. പിന്നെ അയാളൊക്കെ ഫാമിലിയായിട്ട് താമസിക്കട്ടോ. എടി പറയാൻ പറ്റില്ല, എല്ലാവരും എക്സ് ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞ് നടക്കുന്നവരല്ലേ. നീ വേഗം ഇറങ്ങാൻ നോക്കി, അച്ഛന് ഊണ് നേരാകുമ്പോഴേക്കും തിരിച്ചെത്താനുള്ളതാ. എടി, എന്താ നിന്റെ പ്ലാൻ? ഇതൊക്കെ ഇന്നലെ പറഞ്ഞല്ലേ. നീ ആദ്യം ഈ കൂറ വേഷമൊക്കെ മാറിയിട്ട് അളിയന്റെ വല്ല നല്ല തൊട്ടിട്ട് ഇറങ്ങാൻ നോക്ക്. എടാ, ആദ്യം നമുക്ക് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലൊന്ന് പോയിട്ട് അന്വേഷിക്കാം. അതിന് അവർക്ക് എന്താ അറിയാനാ? ഇത് എവിടുന്നാ വരുന്നതെന്നൊക്കെ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റുമോ? ഓ എടി, പണ്ട് നമ്മുടെ അവിടെ നീ ഒളിച്ചോടി പോയി സിനിമ വന്നെ മോനെ നിനക്ക് ഓർമ്മയുണ്ടാ? പൂവ് ആ പൂച്ചക്കണ്ണുള്ളതല്ലേ? അതന്നെ. അല്ല, ആളിനാൾ വന്നായിരുന്നു. അമ്മ പറഞ്ഞിരുന്നു. അല്ല, ഇതിപ്പോ ഇവിടെ പറയാനുള്ള കാരണം? അല്ല, ഇനി ആളെങ്ങാനും നിന്റെ അഡ്രസ്സും തപ്പി പിടിച്ച്. അയ്യേ, നീ ഇത്രയും ത്രില്ലറൊക്കെ നെറ്റ്ഫ്ലിക്സിൽ കുത്തിയിരുന്ന് കണ്ടിട്ട് ഇങ്ങനെയാണോ ചിന്തിക്കണേ? ഓ, എന്നാ ഞാനൊന്നും പറയണില്ലേ? എടാ, അങ്ങനെയല്ല. എനിക്ക് കുറച്ച് പേര് സംശയമുണ്ട്, കുറച്ച് വായി നോക്കികള്. എന്നാ ഞാൻ ഇത്രയും ത്രില്ലറിന്റെ എക്സ്പീരിയൻസ് വെച്ചൊരു കാര്യം പറയട്ടെ. നീ വിചാരിക്കുന്ന ആളല്ല അത് എഴുതിക്കണത്. നമുക്ക് നോക്കാം. ആ, നോക്കാം. ഞാൻ ചേച്ചിയോടൊപ്പം വന്നിരിക്കുക. ഇവൾക്ക് എന്തുറ്റ കത്ത് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതന്വേഷിച്ചിട്ട് നീ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഞാൻ വിളിക്കാൻ തന്നെ. നീ ആള് വന്നു. ചേട്ടാ, ഇതേപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്താ മോളെ? അഡ്രസ്സ് നമ്മുടെ തന്നെയാ, പക്ഷെ എഴുതിയിരിക്കുന്നത് വേറൊരാൾക്കാ. അതൊരു പ്രേമലേഖനം പോലെ. മോളത് വീട്ടിൽ വരാറില്ലേ? ആരുമില്ല. സാറാ, ഇത് വെറുതെ സീലിന് സാറാ. ആ, ഈ കത്ത് ഞാൻ തന്നെ എടുത്തു തന്നല്ലേ, പക്ഷെ ആരെ ഇട്ടതൊന്നും കണ്ടില്ല. ബോക്സ് പുറത്ത് കിടക്കണോണ്ട് ആരാ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ലേ. കാണാനേ പറയാം. പിന്നെ പ്രേമലേഖന പ്രിയപ്പെട്ട രാധു. അത് നൈസായിണ്ടല്ലോ. മനുഷ്യനിവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ അവന്റെ നൈസ്. നീ വണ്ടി എടുത്തേ. നിന്റെ പിന്നാലെ നടക്കണ തരം വല്ല സിനിമ കഥ എഴുതാൻ പോക്കൂടെ? എന്താ പിടിച്ചോ. നീ ആ സൂപ്പർ മാർക്കറ്റിന്റെ അവിടേക്ക് വിട്. ആദ്യം വീട്ടിലേക്ക് പോവാടി, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം.